വരെ മുഖ്യമന്ത്രിയെ ഫിനിക്സ് പക്ഷിയായും പടനായകനായും വിശേഷിപ്പിക്കുന്ന വാഴ്ത്തുപാട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാടില്ല. അത് പാടുന്നില്ല. പക്ഷേ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ കീഴിലും നാടമുറിച്ച് മുഖ്യമന്ത്രി അല്പസമയത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗാനം ആലപിക്കും. KSCA സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ തിരുവനന്തപുരത്ത് തുടങ്ങുകയും ചെയ്തു. പാട്ടിനു വേണ്ടി ഗായക സംഘം അവിടെ റെഡിയാണ്. അലക്സ് റാം മുഹമ്മദ് ഒരുങ്ങുന്ന വെച്ചിരുന്നു. അലക്സ്, സ്തുതിഗാനം പാടിത്തുടങ്ങാനായോ? ഉദ്ഘാടനം മനസ്സിലാക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ഈ പരിപാടിയുടെ, അതായത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനത്തിന്റെ പൊതുസമ്മേളനം നടക്കുന്ന പരിപാടി സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അവിടുത്തെ ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ് ആ വേദി ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഈ വാഴ്ത്തുപാട്ട് പാടുന്നതിന്, മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട് പാടുന്നതിന് വേണ്ടിയുള്ള ജീവനക്കാരുടെ സംഘമാണ് നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ നേരത്തെ അവിടെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, വനിതാ ജീവനക്കാരുടെ മറ്റൊരു സംഘം ചെണ്ടമേളം നടത്തുകയാണ്. ഒരുപക്ഷെ ഈ മേളത്തിന്റെ അകമ്പടിയോടുകൂടെ ആയിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ വേദിയിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. വലിയ വിവാദമായി ഈ സ്തുതിഗാനം വലിയ വിവാദമായി മാറിയിരുന്നു. മുഖ്യമന്ത്രി ഫിനിക്സ് പക്ഷിയോട് ഉപമിക്കുന്നു, ചെമ്പടിയുടെ കാവലാളായി ഉപമിക്കുന്നു, പടനായകനായി ഉപയോഗിക്കുന്ന ഈ പാട്ട് അത് വലിയ വിവാദമായതിന് പിന്നാലെ ഈ നേതാക്കളോട് തന്നെ, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാക്കളോട് തന്നെ ഇവരെ സംബന്ധിച്ചുള്ള ആരാധന അവർ പറയുന്നത്, ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ഈ പാട്ടിൽ നിന്ന്, ഈ ഗാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അത് സംഘടനയുടെ തീരുമാനമാണ്. അങ്ങനെ ഒരു ഗാനം വേണമെന്നുള്ള സംഘടനയുടെ തീരുമാനമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ പാട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ എത്തിച്ചേർന്ന തീരുമാനം അതാണ്. മുഖ്യമന്ത്രി ഈ ഊറ്റുകുഴിയിലാണ് ഈ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരമുള്ളത്. ആ മന്ദിരം ഊറ്റുകുഴിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം, അതായത് നാടമുറിച്ച് മുഖ്യമന്ത്രി ഊറ്റുകുഴിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഈ ഗാനം, ഈ വാഴ്ത്തുപാട്ട് ഇവിടെ പാടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വനിതാ ജീവനക്കാർ മാത്രമല്ല, പുരുഷ ജീവനക്കാരും ഉണ്ട്. അവർ കൃത്യമായി തന്നെ ഒരു ഡ്രസ് കോഡൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല, സെക്രട്ടേറിയറ്റിലെ മറ്റു ജീവനക്കാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഹാഷ്മി, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, 12:30 എന്നൊരു സമയമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കുന്നത് സെക്രട്ടേറിയറ്റിൽ ആ സമയത്ത് ലഞ്ച് ബ്രേക്കാണ്. ആ ലഞ്ച് ബ്രേക്ക് സ്തുതിഗീതം അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നതെന്നാണ് പറയുന്നത്. വാഴ്ത്തുപാട്ട് എന്താണ്, പടത്തലവൻ എന്നൊക്കെ പറയുന്ന ആ പാട്ട്